ഇപ്പൊ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിൽ ഉണ്ടാവും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ ചർച്ച LDF-ലായിരുന്നു. എന്തെല്ലാം തരം ചർച്ചകളാണ്, ആൾ ഒഴിഞ്ഞുപോക്കും വരവും എന്തെല്ലാം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി അവരിപ്പോ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ ഇപ്പുറത്ത് കുറച്ച് ചർച്ചയൊക്കെ ഉണ്ടാവും, അതങ്ങനെ നടക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ട് UDF ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ UDF മെത്തേഡ് അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷി, മുന്നണിക്ക് നേരിടുന്ന കക്ഷി എന്നുള്ള ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ഒന്ന്. രണ്ടാമത് UDF മുഖ്യമന്ത്രിയാവുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ UDF ഘടകകക്ഷികളൊക്കെ ആയിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ലല്ലോ കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്നതായിരുന്നു. അതിനുള്ള കീഴ്വഴക്കങ്ങളുണ്ടല്ലോ. ആ കീഴ്വഴക്കം അനുസരിച്ച് തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഗവൺമെന്റുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പാണക്കാട് തങ്ങൾ 2 വാക്കിൽ ഒതുക്കിയത്. ഇലക്ഷൻ റിസൾട്ട് വരട്ടെ, അതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം അനുസരിച്ച് കാര്യങ്ങൾ നടക്കും ജനവികാരം പരിഗണിക്കൂല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോൺഗ്രസ് ലീഡർഷിപ്പ് ജനവികാരമൊക്കെ പരിഗണിച്ച് തന്നെയായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UDF കീഴ്വഴക്കം അനുസരിച്ച് ഇവിടെ ഘടകകക്ഷികളോടൊക്കെ അവർ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയാണ് തീരുമാനം എടുക്കുക. ഞങ്ങളുടെ അഭിപ്രായം ആ സമയത്ത് പറയേണ്ടതേ ഉള്ളൂ. ലീഗിന്റെ മാത്രമല്ല, ഏത് ഘടകകക്ഷിയുടേതായാലും അപ്പം പറയേണ്ടതേ ഉള്ളൂ. ഇപ്പൊ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച ചെയ്യുന്നതാണ്, കുറച്ച് നിങ്ങൾ ചോദിച്ചുണ്ടാക്കുന്നതാണ്, അതെല്ലാം കൂടിയാണത്. നമുക്കറിയാലോ, ഞങ്ങളതിൽ പങ്കെടുക്കണ്ട എന്നാണ് തീരുമാനം. കോൺഗ്രസ് ചർച്ചകൾ സ്വാഭാവികമാണ്, പതിവാണ്. പക്ഷെ പോഡ്കാസ്റ്റ്, പോസ്റ്റർ, ബാനർ ഇങ്ങനെ പല രീതിയിലേക്ക് അത് പോകുന്നതൊരു അനുകൂലമായ ജനവിധിയോടുള്ള ഒരു അല്ല, അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ്. ഇപ്പോ ഓരോരുത്തർ പിന്നെ അവരവരുടെ എന്താ പറയുക കാഴ്ചപ്പാടുകളും അച്ചീവ്മെന്റും ഒക്കെ പറയുന്നത് ഞാൻ തന്നെ ഒന്ന് പറയാൻ പോയിരുന്നു. പിന്നെ രണ്ട് മണിക്കൂർ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു പിന്നെ വേണ്ടത്. അല്ല, പോർവിളിയൊന്നുമില്ല. പോർവിളിയൊക്കെ പണ്ടായിരുന്നു. കുറെ പഴയ പുറകോട്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ചയിൽ ഇപ്പൊ പോർവിളിയൊന്നുമില്ല. താങ്കളെ സംബന്ധിച്ച് ഒരു 3-4 പതിറ്റാണ്ടായിട്ട് ഇത് വളരെ കൃത്യമായിട്ടാണ്. ആ സിസ്റ്റം കുറച്ച് മാറി. കാരണം മുൻകാലങ്ങളെക്കാൾ ഒരു പറ്റം നേതാക്കൾ കോൺഗ്രസിനുണ്ട്. നേതാക്കളൊരു സാധ്യത എന്ന് പറയുമ്പോഴും അത് ഒരു പ്രശ്നമേ ആകില്ല. അതായത് അതിലൊരു തെരഞ്ഞെടുപ്പ് പ്രശ്നപ്പോഴും ആവില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് ശക്തമായ ലീഡർഷിപ്പ് ഉണ്ട്. ലീഗിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഏത് ചർച്ചയും കൺട്രോൾ ചെയ്യും. അപ്പോൾ UDF അതിൻ്റെതായ ചില മെത്തേഡ് ഉണ്ട്. അപ്പോൾ LDF വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് മുഴങ്ങി അവസാനം നമ്മൾ പുറത്തറിയുമ്പോഴേക്ക് വൈകിട്ടുണ്ടാവും, അസുഖം മൂത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഇലക്ഷൻ കാലത്ത് കണ്ടല്ലോ. മറ്റ് ജനാധിപത്യപര രീതിയിൽ പ്രവർത്തിക്കുന്ന ചില പാർട്ടികളൊക്കെ ചർച്ച ചെയ്തിട്ട് പിന്നെ സുതാര്യമായി പോകും. അങ്ങനെ കരുതിയാൽ മതി. ചർച്ച ഒന്നും ഒരു കുഴപ്പവും ഉണ്ടാക്കൂല. വളരെ നല്ല തീരുമാനം, ശുഭ തീരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇലക്ഷൻ കഴിയട്ടെ. ഞങ്ങൾക്കിപ്പോൾ നടക്കുന്ന ചർച്ചയെ കുറിച്ചൊന്നും അങ്കലാപ്പൊന്നുമില്ല. ഇലക്ഷൻ റിസൾട്ട് വന്നിട്ട് UDF ഒരു മെത്തേഡ് അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ചർച്ച ചെയ്തു അവരുടെ തീരുമാനം. അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാട് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു, ഞങ്ങളുമായിട്ടുള്ള ചർച്ച. അതിന് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് അപ്പുറത്തെ കസേരയിലുണ്ടാവും, ഞങ്ങൾ ഇപ്പുറത്തെ കസേരയിലുണ്ടാവും. എല്ലാവരും വേറെ വേറെ ചർച്ച ചെയ്യാനുണ്ടാവും. ഉദയകക്ഷി എന്നല്ലേ പറയില്ലേ. പിന്നെ ഉദയകക്ഷി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചുള്ള ചർച്ചകളുണ്ടാവും. UDF ഘടകകക്ഷികളൊക്കെ കോൺഫിഡൻസിലെടുത്ത് ജനവികാരം മാനിച്ച് അവരുടെ തീരുമാനം ഉണ്ടാവും. അവിടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷി എന്നുള്ളവർക്ക് അവരുടെ തീരുമാനം അവർ ചർച്ച ചെയ്ത് എടുക്കും. അതൊക്കെ അടിസ്ഥാനം എഴുതാം. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലും കരുതൽ. ഞങ്ങൾക്ക് ഇത്തവണ നിർബന്ധമുള്ളത് എല്ലാവരും പരിഗണിച്ച ഒരു വികാരം എന്ന് പറഞ്ഞാൽ കേരളം ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് സൊല്യൂഷൻ വേണം. ഒന്ന്. രണ്ടാമത് ഫണ്ടില്ല, തീരെ ഫണ്ട് ഇല്ല. ഈ ഗവൺമെന്റ് ഇപ്പൊ പോകുന്ന ഗവൺമെന്റ് ഒരുപാട് ബാധ്യതകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോ വളരെ ബേണിംഗ് ഇഷ്യൂസ് ഒട്ടേറെ വരാൻ പോകുന്ന
ഗവൺമെന്റ് അതിന് മുമ്പിൽ വരും. അതിന് പ്രാമുഖ്യം കൊടുത്ത് UDF ജനങ്ങളോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റാനുള്ള നല്ല പ്രവർത്തനങ്ങൾ വേണം എന്നാണ് പറഞ്ഞത്. സ്ഥാനമാനങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്നും അത്തരത്തിലുള്ള ചർച്ചയേ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ച പോലെ തന്നെ ഒരു വശത്ത് ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം. നിങ്ങൾ ഇതിന്റെ മുകളിൽ തന്നെ കൂടണ്ട. ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ അരോചകമാകുന്നുണ്ട് ഇപ്പോ. ഞാനതിനൊന്നും മറുപടി പറയില്ല. ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടുന്ന പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടെന്നാണോ അതോ കോൺഗ്രസ് നിങ്ങള് കേരളത്തോട് ചെയ്യുന്ന ഒരു പാതകമാണ് ഈ ചർച്ച ഇതിപ്പോ മാത്രം ഒതുക്കുന്നത്. കുറച്ചും കൂടി എന്റെ ഒരു അഭിപ്രായത്തിൽ പറയും, ഞങ്ങൾ അഡ്വൈസ് ചെയ്യല്ല, കുറച്ചും കൂടി നമ്മൾ ബേണിംഗ് ഇഷ്യൂലേക്ക് ചർച്ച കൊണ്ടുവരണം. ഇതിപ്പോ മാത്രം ഇങ്ങനെ ചർച്ച ചെയ്ത് കേൾക്കുന്നവർക്കും വളരെ അരോചകമായി തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒന്ന് വിടാൻ നേരമായി. ഞങ്ങൾക്ക് യാതൊരു ബോധറേഷനും ഇല്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനെങ്ങനെ ബോധർ ചെയ്യുന്നത്? ഈ ഇലക്ഷന്റെ സമയത്താണ് നൂർബിന റഷീദ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പല്ല. അവർ സ്ഥാനങ്ങളിൽ നിന്ന് അവർ സ്വയം രാജിവെച്ചു പോയി. ഇപ്പൊ അത് ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? അങ്ങനെ എന്തെല്ലാം ഇടതുപക്ഷത്തിനുണ്ട്? എത്ര ആൾ പുറത്തു, എത്ര ആൾ സ്ഥാനാർത്ഥിയായി? ഈ സമയത്താണോ ഈ ചർച്ച? അതുകൊണ്ട് അത് വിട്, ഇപ്പൊ അതൊന്നും വേണ്ട. ഏതാ പവർക്കട്ടുണ്ട്? അത് അല്ല, അത് അത്തരം ഒരുപാട് വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു. അത് ഞങ്ങൾ പറഞ്ഞില്ല എന്നുള്ളൂ. മറ്റേ ഞങ്ങൾ പ്രമേയുണ്ട്, വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ ചെലവ് കൂടി കൊടുത്തിട്ടില്ല. അത് വലിയ മരിച്ച ഡ്രൈവറെ ഹോസ്പിറ്റലിൽ മാറ്റാനുള്ള സമ്മതം കൂടി കൊടുത്തില്ല. ദീർഘകാല കരാറ് റദ്ദാക്കിയതിന്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അല്ലെങ്കിൽ എളുപ്പം വൈദ്യുതി വാങ്ങാമായിരുന്നു. വൈദ്യുതി വൻ വില കൊടുക്കുന്നതാണല്ലോ പ്രോബ്ലം വരുന്നത്. അല്ലെങ്കിൽ വൈദ്യുതി വാങ്ങാമായിരുന്നു. അതിനാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ദീർഘകാല കരാറുണ്ടാക്കിയത്. ആ കരാറില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ ഭാഗ്യത്തിന് മഴയും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് കൊല്ലം പവർ കട്ട് ഇല്ലാതെ പോയി. ഇപ്പോ UDF ഗവൺമെന്റ് വന്നിട്ടൊന്നുമില്ലല്ലോ. ഭരിക്കുന്നത് അധികാരത്തിലെ LDF ഗവൺമെന്റാണ്. എന്താ സ്ഥിതി? വൈദ്യുതി ഷോർട്ടേജ് ആയില്ലേ? നമ്മളെ ഭാഗ്യം അനുസരിച്ചിരിക്കും. അതാണ് കഥ. അപ്പൊ അതുകൊണ്ട് അത്ര ഒരുപാട് പ്രശ്നങ്ങൾ കേരളം ഫേസ് ചെയ്യുന്നുണ്ട്. വളരെ ഇപ്പോൾ ഗൾഫിൽ യുദ്ധം വന്നതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഭയങ്കര മാന്ദ്യം വരാം. അതുപോലെ തന്നെ ഖജനാവ് മുഴുവൻ കാലിയാണ്. അതിന്റെ പ്രോബ്ലംസ് വരാം. നമ്മൾ അനുഭവിക്കല്ലേ? ഞാനെന്തിനാ പറയുന്നത്? നമ്മളിപ്പോ ഇരിക്കുന്നത് എങ്ങനെ? ചൂടത്തല്ലേ? ഞങ്ങൾ ഇന്ന് യോഗം ചേർന്നത് പിന്നെ ഫാനും AC ഒന്നും വർക്ക് ചെയ്യാതെ മൈക്ക് തന്നെ ഒരുവിധം മറ്റേ ബാറ്ററിക്ക് വർക്ക് ചെയ്യിപ്പിച്ചത്. വളരെ ബുദ്ധിമുട്ടാണ് കേരള. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി കൂട്ടായ ശ്രമം വേണം എന്നുള്ളതിനായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയുടെ ഫോക്കസ്. മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ സെറ്റ് മെത്തേഡ് അനുസരിച്ച് വളരെ സിമ്പിളായിട്ട് UDF സോൾവ് ചെയ്യും. ഈ പറയുന്ന വലിയ മല പോലെ നിങ്ങൾ കൊണ്ടിറക്കുന്ന സാധനം എലി പോലെ പോകും, അല്ലാതെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഒന്നും ആയില്ല അല്ലേ? മുൻകാലങ്ങളിൽ ഉണ്ടായതിന്റെ അടുത്തുപോലെ ഒന്നും എത്തുന്നില്ല. ആരോട്? അവർക്ക് ഗവൺമെന്റിന് സഹായം, അവർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും ലഭിച്ചിട്ടില്ല. പൂർണ്ണമായും അവരെ അവഗണിച്ചിരിക്കുന്നു. പൊതുവിദ്യാലയങ്ങളിൽ അധ്യാപകരെല്ലാവരും അവർക്ക് ആരുടെയെങ്കിലും വേണ്ടേ? ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. സോഫാർ അവഗണന തന്നെയാണ്. ഞങ്ങള് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ അനുശോചനം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റു ഇന്നത്തെ അവസ്ഥയിൽ ഉള്ള സാമ്പത്തിക സ്ഥിതി, അതിലൊക്കെയുള്ള ഞങ്ങളുടെ ആശങ്ക, അതുപോലെ ഗൾഫിലെ നമ്മുടെ സഹോദരന്മാരുടെ സ്ഥിതിയിലുള്ള ആശങ്ക ചർച്ച ചെയ്തു. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. വയനാട് പദ്ധതിയിൽ നാളെ ഞങ്ങളുടെ മറ്റന്നാൾ 27 അവർ ഹൗസ് വാമിംഗ് നടത്തുക. അവർ തന്നെ ഹൗസ് വാമിംഗ് നടന്ന ഹൗസ് വാമിങ്ങിന് ഞങ്ങളെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3-4 ആക്കേഷനുള്ളൂ, ബാക്കിയൊക്കെ അവരുടെ കുടുംബക്കാരും തന്നെ. അവർ വളരെ സന്തോഷപൂർവ്വം അവിടെ അവരെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പണിയൊക്കെ ഉണ്ടല്ലോ, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അവർ താമസിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബാക്കി വീടുകളുടെ പണി ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അത് വേഗം പൂർത്തിയാക്കുകയും അതിൽ യാതൊരു സംശയമില്ല. പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു വിട്ടുവീഴ്ചയില്ല. അല്ല, അവിടെ ഈ ഒരു ഭാഗത്ത് സർക്കാരിന്റെ വർക്ക് നടക്കുന്നു, ഉദ്ഘാടനം കഴിഞ്ഞു, പക്ഷെ കയറി താമസിക്കാൻ പറ്റുന്നില്ല. തൊട്ടപ്പുറത്ത് ലീഗിന്റെ ഒരു ഭാഗം കമ്മീഷൻ കഴിഞ്ഞു, ഉദ്ഘാടനം. അപ്പൊ അതവിടെ ചില പിരിവ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ചില വാർത്തകളൊക്കെ വരുന്നു. AC ഇല്ല. ഇത് വന്നല്ലോ. വാർത്ത കൊടുത്തവരെന്നെ ഖേദം പറയും തിരിച്ചു അവരോട്. AC ഇല്ല, അവരോട് ഖേദം പ്രകടിപ്പിച്ചു വാർത്ത കൊടുത്തു. 19 ലക്ഷം രൂപയുടെ വീടും സ്ഥലവും കൊടുത്തു ഞങ്ങള്. പിന്നെ അവരോട് 10,000 രൂപ വാങ്ങി പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? അല്ല, അത് അവര് ഞങ്ങൾ 4 ആളെ ക്ഷണിച്ചു എന്നല്ല, അവരെ ബന്ധുക്കളും കുടുംബക്കാരുമാണ് അവിടെ. അവര് സ്വന്തമായി 51 കുടുംബങ്ങള് കയറി താമസിക്കും. ഞാൻ കയറി താമസിച്ചു കുറെ. അവരൊരു ഹൗസ് വാമിങ്, അവര് ഒരു റെസിഡൻസ് അസോസിയേഷൻ പോലെ ഒരു ഹൗസ് വാമിങ് നടത്തണം. ഉടനെ ഞങ്ങൾ നേതാക്കളെ ക്ഷണിച്ചു. അവര് 4 പേരെ ക്ഷണിച്ചുള്ളൂ. അതിന് അവര് ഫണ്ട് കണ്ടെത്തുന്നത് അവർ തമ്മിലെടുത്തിട്ടാണ്. ഞങ്ങളോട് പറഞ്ഞിട്ട് പോലുമില്ല. ഇത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അതവര് അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങളത് പിരിക്കേണ്ട. വാർത്ത കൊടുത്തവര് തിരുത്തിയത്. ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.